ഇടുക്കി തൊടുപുഴയിൽ നിന്ന് കാണാതായ ആളെ കൊലപ്പെടുത്തിയതായി സംശയം. തൊടുപുഴ ചുങ്കം സ്വദേശി ബിജു ജോസഫിനെ കൊലപ്പെടുത്തിയെന്നാണ് സൂചന. 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നുണ്ട്. ബിനീഷ്, തൊടുപുഴയിൽ നിന്നും കാണാതായ ആളെയാണ് ഇപ്പോൾ കൊലപ്പെടുത്തിയതായിട്ടുള്ള സംശയം ഉടലെടുക്കുന്നത്. ഇപ്പോൾ 3 പേരാണ് കസ്റ്റഡിയിലുള്ളത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതിര തൊടുപുഴ ചുങ്കം സ്വദേശി ബിജു ജോസഫിനാണ് കാണാതായത്. ബിജുവിനെ കൊലപ്പെടുത്തി എന്നാണ് നമുക്ക് പ്രാഥമികമായി കിട്ടിയ ഒരു വിവരം. ഏതായാലും ഔദ്യോഗിക സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഏതായാലും ആ സംഭവത്തിൽ 3 പേർ കസ്റ്റഡിയിലാണ്. ഈ വ്യാഴാഴ്ച പുലർച്ചെയാണ് വീട്ടിൽ നിന്നിറങ്ങിയ ബിജുവിനെ കാണാതാവുന്നത്. പിന്നീട് കാണാതായെന്ന പരാതിയുമായി ബന്ധുക്കൾ തൊടുപുഴ പോലീസിനെ സമീപിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് അന്വേഷണം പോലീസ് നടത്തിവരികയായിരുന്നു. ഇതിനിടയിലാണ് ഈ കലിയന്താനിലേക്കുള്ള ഗോഡനിലേക്ക് പോലീസിന്റെ ഒരു അന്വേഷണം ചെന്നെത്തിയത്. അതോടൊപ്പം തന്നെ എറണാകുളത്ത് നിന്ന് കാപ്പ ചുമത്തിയ പ്രതിയെ പിടികൂടുന്നതിനിടയിലാണ് മറ്റു 3 പേരെ കൂടി പോലീസ് കാണുന്നത്. പിന്നീട് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഇവർ കഴിഞ്ഞ ദിവസം കാണാതായ ബിജുവിനെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള ഒരു കാര്യം പോലീസിനോട് പറയുന്നത്. ബിജുവിനെ കൊന്ന് ഗോഡൌണിൽ ഒളിപ്പിച്ചോ എന്ന കാര്യത്തിലും അന്വേഷണ സംഘം സംശയം ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ഗോഡൌണിലെ ഓടയിൽ ബിജുവിനെ മൃതദേഹം കോൺക്രീറ്റ് ചെയ്ത് മൂടിയെന്നാണ് ഇത് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഒരു വിവരം. ഏതായാലും ഫോറൻസിക് സംഘത്തിന്റെ സഹായത്തോടു കൂടി മൃതദേഹമുണ്ടെന്ന് പറയുന്ന സ്ഥലത്ത് വിശദമായ പരിശോധന നടത്താനാണ് അന്വേഷണ സംഘത്തിന് ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത്. ഏതായാലും ഇടുക്കി ഡിവൈഎസ്പി അവരെ കൃത്യമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ്. ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളവർ കൊട്ടേഷൻ സംഘത്തിൽ ഉൾപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ കൊട്ടേഷന്റെ ഭാഗമായി നടന്ന കൊലപാതകമാണോ എന്ന കാര്യങ്ങളിലെല്ലാം തന്നെ സ്ഥിരീകരണം വരേണ്ടതായിട്ടുണ്ട്. ഏതായാലും ഇടുക്കി ഡിവൈഎസ്പി തലത്തിൽ ഇവരെ കൃത്യമായി തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ 3 പേരും തൊടുപുഴ പോലീസ് കസ്റ്റഡിയിലുണ്ട്. ഏതായാലും ഒരു വിശദമായ ഒരു അന്വേഷണം തന്നെ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ബിനീഷ്, സംഭവത്തിൽ പോലീസ് എന്താണ് ഇപ്പോൾ പറയുന്നത്? ഇപ്പോഴും പോലീസ് പരിശോധന അവിടെ തുടരുന്നുണ്ടോ? അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇനി ഫോറൻസിക് സംഘത്തിന്റെ ഒരു സഹായത്തോടു കൂടി ഈ മൃതദേഹം ഉണ്ടെന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വിശദമായ പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ബിജുവിന്റെ മൃതദേഹം അല്ലെങ്കിൽ ബിജുവിനെ കൊന്നോ എന്നുള്ളൊരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടുള്ള ബിജുവിനെ തട്ടിക്കൊണ്ടുപോയിരുന്നത് തന്നെയാണ്. അത്തരത്തിൽ സ്ഥിരീകരണത്തിൽ കടക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായ ഒരു അന്വേഷണം പോലീസ് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ശരി, ബിനീഷ് ആന്റണിയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.